നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മയിൽ നബിയുടെ ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ഇന്നലെ മഗ്രിബ് മുതൽ പള്ളികളിലും വീടുകളിലും തക്ബീർ ധ്വനികളാൽ മുഖരിതമായി. രാവിലെ പുതുവസ്ത്രം അണിഞ്ഞ് അത്തർ പൂശിയും വിശ്വാസികൾ പള്ളിയിലെത്തി. തുടർന്ന് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പരസ്പരം ആലിംഗനം ചെയ്ത് മധുരം വിതരണം ചെയ്തും സ്നേഹം പങ്കുവച്ചു. തുടർന്ന് മരിച്ചവരുടെ കബറിടങ്ങളിൽ സിയാറത്ത് നടത്തി. ശേഷം ബലിപ്പെരുന്നാളിന്റെ പ്രധാന ചടങ്ങായ വുള്ളുഹിയത് ചടങ്ങ് പള്ളികളിലും വീടുകളിലും നടന്നു. മേഖലയിൽ പെരുന്നാൾ നിസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസരി നേതൃത്വം നൽകി. എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് നാരിബി അരിമ്പ്ര നേതൃത്വം നൽകി. കിറാമൻകുന്ന് ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരത്തിന് സാബിർ സഖാഫി, പുതിയറ ജുമാ മസ്ജിദിൽ ഹസൻ ലത്തീഫി, പുന്ന ജുമാ മസ്ജിദിൽ നൌഷാദ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി. മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷത്തങ്ങൾ, ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ഹൈതമി, ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുഹരി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ശിഹാബ് ഭാഗവി, ബ്ലാങ്ങാട് കട്ടിൽ ജുമാ മസ്ജിദിൽ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഫാരിസ് മംനൂൻ ഫൈസി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ രാമപുരം 2-ാം വാർഡിലെ അമ്പലക്കടവ് റാമ്പ് നിർമ്മിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ഓവർസിയർ അനിൽകുമാർ, വാർഡ് മെമ്പർ ചന്ദ്രാവതി എന്നിവർ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. പണി പൂർത്തിയാകുന്നതോടെ നെൽകർഷകർക്കും തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ജനങ്ങൾക്കും ഏറെ പ്രയോജനമാകും. 2025-26 വാർഷിക പദ്ധതിയിൽ 6 ലക്ഷം ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വടക്കേപ്പാട്ട് അബ്ദുൾ മജീദ്, മേലേപ്പാട്ട് സുരേഷ്, സുഭാഷ് എന്നിവർ സ്ഥലം സൗജന്യമായി നൽകിയിരുന്നു. മന്നലാംകുന്ന് അൽ ഹിക്മ സലഫി മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് മസ്ജിദിൽ വെച്ചാണ് ഈദ് നമസ്കാരം നടത്തിയത്. പെരുന്നാൾ നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും യഹിയ ഫുർഖാനി ചമ്രവട്ടം നേതൃത്വം നൽകി. തുടർന്ന് അൽ ഹിക്മ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളായ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ CA ആഫ്ലർ, ഉന്നത വിജയം കൈവരിച്ച മുഹമ്മദ് ഷഹറോൻ, മുഹമ്മദ് സയാൻ, NA ഫാത്തിമ, സെൻഹ എന്നിവരെയും വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ നടത്തിയ മദ്രസ 8-ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഹമ്മദ് സയീം, 5-ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഹമ്മദ് സഗീർ സൽമാൻ, ആയിഷ ലാസിമ എന്നിവരെയും ആദരിച്ചു. മസ്ജിദ് ഇമാം യഹിയ ഫുർഖാനി പ്രതിഭകൾക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകി. മധുര വിതരണവും ഉണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെയും CPIM നേതാവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് നടന്ന യോഗം കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗം PB അനൂപ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിന് കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PR ജയൻ, PT ജോസ് എന്നിവർ നേതൃത്വം നൽകി. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി പാടൂർ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ സ്മരണയിൽ വ്യാഴാഴ്ച പാടൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ദുവായ്ക്കും ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി. മരിച്ചവർക്കും രോഗികൾക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. നമസ്കാരത്തിന് ശേഷം മധുര വിതരണം നടത്തി. പരസ്പരം ആശ്ലേഷിച്ചും ഹസ്തദാനം ചെയ്തും കുടുംബാംഗങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിച്ചുമാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കാളികളായത്. പൂങ്കുന്നം ശ്രീരാമകൃഷ്ണ മഠം വിജ്ഞാന ഭവനിൽ വിവേകധ്വനി വിദ്യാർത്ഥി സെമിനാർ നടന്നു. 24 കേരള ബറ്റാലിയൻ NCC അസോസിയേറ്റ് ഓഫീസറും സംസ്കൃത അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജു വിഷയാവതരണം നടത്തി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത സെമിനാറിൽ തൃശൂർ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശ്രീമദ് സ്വാമി നന്ദാത്മജാനന്ദ, രമേശ് കേച്ചേരി എന്നിവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ സുവിധം ഫൗണ്ടേഷൻ ഗുരുവായൂർ യൂണിറ്റ് കുടുംബസംഗമം നടത്തി. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ M രാമൻകുട്ടി മേനോനെ അനുസ്മരിച്ചു. SNDP യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. സുവിധം പ്രസിഡന്റ് PK സരസ്വതി അമ്മ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ശോഭ ഹരിനാരായണൻ, KP ഉദയൻ, M രതി, അനിൽ കല്ലാറ്റ്, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ലിജിത്ത് തരകൻ, OKR മണികണ്ഠൻ, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു.
പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന കാടുമൂടിയ പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാൻ കാട്ടുകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർദ്ദേശം നൽകി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. ഈ സ്ഥലത്ത് തന്നെയാണ് പഞ്ചായത്തിന്റെ കുടുംബശ്രീ വിപണന കേന്ദ്രവും പ്രവർത്തിക്കുന്നത്. അടഞ്ഞുകിടക്കുന്ന വിപണന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഉടൻ നടപടികൾ ഉണ്ടാകുമെന്നും ജലക്ഷാമം അനുഭവിക്കുന്നവർക്ക് കിണറിൽ നിന്നും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ ആലോചന നടത്തി തീരുമാനമുണ്ടാക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. വാർഡ് മെമ്പർ ജിൻസി സജു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പഠനമാണ് നമ്മുടെ ലഹരി എന്ന ആഹ്വാനവുമായി ഗുരുവായൂർ നഗരസഭ 23-ാം വാർഡ് അങ്ങാടിത്താഴത്ത് M. അഹമ്മദ് ഹാജി സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരവും പഠനോപകരണ വിതരണവും ജേഴ്സി വിതരണവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി. ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജിഷ നൌഷാദ് ജേഴ്സി വിതരണം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ നൌഷാദ് അഹമ്മു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷമീർ മോസ്കോ, അനീഷ് പാലയൂർ, നൌഷാദ് നെടുപറമ്പിൽ, സജി മോസ്കോ, സിയാദ് ബാപ്പു, PM ഇല്യാസ് ബുർഹാൻ എന്നിവർ സംസാരിച്ചു. CCC ഗുരുവായൂരിന്റെ 891ാമത് നാടകാവതരണം മെയ് 30 ശനിയാഴ്ച നടക്കും. വൈകിട്ട് 7-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സേവ്യർ CV രചനയും സംവിധാനവും നിർവഹിച്ച പാവത്തി സെന്റ് ജോസഫ് കലാ കമ്മ്യൂണിക്കേഷന്റെ കടമറ്റത്തച്ഛൻ എന്ന നാടകത്തിന്റെ അവതരണമാണ് നടക്കുക. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.